ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മട്ടൺ സൂപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മട്ടൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ആട്ടിൻ കാലാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ സൂപ്പ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പീസുകൾ കൂടി ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ മീറ്റ് ഷോപ്പിൽ പോയി കേൾക്കുമ്പോൾ തന്നെ അവർ ഇങ്ങനെ സൂപ്പ് തയ്യാറാക്കാനുള്ള ആട്ടിൻ സൂപ്പ് തയ്യാറാക്കാനുള്ള പീസെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് അത് മാറ്റി തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ അളവിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം. അതായത് ഇതിലിപ്പോൾ ആടിൻ്റെ ആ ഒരു ഹെയറൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ കഴുകിയാൽ മാത്രമേ പോകുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് സൂക്ഷ്മതയോടെ ഒന്ന് നോക്കി അതിലുണ്ടോ ഹെയറൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മളൊന്ന് കഴുകി തയ്യാറാക്കി എടുത്ത് വെക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകും കൂടി, അതും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ആവശ്യമായിട്ടുണ്ട്. 1 ടീസ്പൂണേ ചേർക്കാൻ പാടുള്ളൂ. ഒരുപാട് ചെറിയ ജീരകം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഫൈനായിട്ട് ഇങ്ങനെ പൊടിക്കണമെന്ന് ആവശ്യമില്ല. ചെറിയ തരിയോടുകൂടി മാത്രം പൊടിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ഈ സൂപ്പ് തയ്യാറാക്കുന്നത് നമ്മൾ കുക്കറിലാകുമ്പോഴത്തേക്കും എല്ലും പീസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതിയാകും. എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 പീസ് അളവിൽ വഴനയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടി. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് 4 വെളുത്തുള്ളി അല്ലി കേട്ടോ. വലിയ വെളുത്തുള്ളി അല്ലി 4 എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ചേർക്കുന്നതെല്ലാം ഒന്ന് ചതച്ച് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അതും ചതച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഇത്രയും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 10 ചെറിയ ഉള്ളി. അത്യാവശ്യം വലിയ ചെറിയ ഉള്ളിയിൽ 10 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. ചെറിയ ഉള്ളി തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ, ചെറിയ പൊടിയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 15 എടുക്കണം നമ്മൾ. ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റിയിട്ട് അതെല്ലാം നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറിൽ വരണമെന്നോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ തക്കാളിയിൽ 1 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഈ തക്കാളി എല്ലാം ഇതിലേക്ക് വെന്തുടഞ്ഞ് ചേരേണ്ടതാണ്. അതിൻ്റെ പേരിൽ തീരെ വലിയ സൈസാക്കി നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മട്ടൺ പീസും കൂടിയാണ്. സൂപ്പും കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ പീസെല്ലാം ഒന്ന് ചൂടായി കിട്ടണം. അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. സൂപ്പിൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ഈ ഒരു സമയം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ടും കൂടി അത് കംപ്ലീറ്റായിട്ട് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ സൂപ്പിൽ എപ്പോഴും ഒരല്പം കൂടുതലായിട്ട് തന്നെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സൂപ്പിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. സൂപ്പിന് എപ്പോഴും ഒരല്പം ഉപ്പ് കൂടുതലായിട്ട് വേണം. ഫസ്റ്റിൽ നമ്മൾ ഒരുപാട് കൂടുതലായിട്ട് ഉപ്പ് ചേർക്കാൻ നിൽക്കണ്ട. ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നീട് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ചേർക്കാവുന്നതേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലക്കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ഈ മസാലയെല്ലാം ഈ കഷ്ണങ്ങളിലൊന്ന് പിടിക്കുന്നത് പോലെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും.
ഇതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. 4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പീസൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കുറച്ച് വെള്ളം വറ്റിപ്പോകും. അതിൻ്റെ പേരിലാണ് 4 കപ്പ് അളവിൽ ചേർക്കുന്നത്. 3 കപ്പ് അളവിലെങ്കിലും നമുക്ക് സൂപ്പ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ 9 വിസിലാണ് ഈ കുക്കറിൽ എടുക്കുന്നത്. സാധാരണ എപ്പോഴും സൂപ്പ് തയ്യാറാക്കുമ്പോഴത്തേക്കും ഈ കുക്കറിന് 9 വിസിലാണ് ആവശ്യമായിട്ടുള്ളത്. ചില കുക്കറിൽ കൂടുതൽ വിസിൽ വേണ്ടി വരും, ചിലതിൽ കുറച്ച് മതിയാകും. അപ്പോൾ നമ്മുടെ എല്ലും കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. അതനുസരിച്ചിട്ട് മാത്രം നമ്മൾ വിസിൽ വെച്ചിരുന്നാൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതിപ്പോൾ 9 വിസിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഈ ഉടൻ തന്നെ നമ്മൾ ഇതിലെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വിടരുത്. കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം, തനിയെ പ്രഷർ കംപ്ലീറ്റും പോയതിന് ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നമ്മുടെ സൂപ്പിൻ്റെ നല്ലൊരു മണമൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമ്മുടെ സൂപ്പും കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി. നമുക്ക് കുരുമുളക് പൊടിയുടെ ഇത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പിന്നീട് ചേർക്കാവുന്നതാണ്. പക്ഷേ ഈ ലാസ്റ്റിൽ ഈ ഒരു സമയം നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ചേർത്തേക്കണം. അതുപോലെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ സൂപ്പിന് ഒരല്പം ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ കളറ് മാറുന്നത് വരെയും, അതായത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ സൂപ്പിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ നെയ്യിൽ താളിച്ച് ഒരല്പം ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്ക് ഈ സൂപ്പ് കിട്ടുന്നത്. നമ്മുടെ ഈ സൂപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു അളവിലാണുള്ളത്. കുറച്ച് കട്ടിയായിട്ട്, അതായത് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്നത് കുറച്ച് തിക്കായിട്ടായിരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കോൺഫ്ലോർ, അതായത് ഒരേ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഈ ഒരു സമയം, അതായത് ഈ ചൂടോടുകൂടി ഇരിക്കുന്ന ഈ ഒരു സമയം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇച്ചിരി കട്ടിയിട്ട് നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.